ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, ചിലരെ കാണാൻ സാധിക്കും, മനുഷ്യരോട് മിണ്ടാൻ 100 നാവ്, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഇതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ പരിപൂർണ്ണ നിശബ്ദത പാലിച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. അതേ ആൾക്കാർ മനുഷ്യരോട് മിണ്ടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്, നിർത്താൻ തോന്നുന്നില്ല. ശരിക്കും ദൈവസന്നിധിയിൽ നിശബ്ദരായിരിക്കുക എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം വചനത്തിൽ നമുക്ക് നൽകുന്ന ഒരു വലിയ നിർദ്ദേശമുണ്ട്. അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സെഫാനിയ 1-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരാവുക. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ അവർക്ക് തീക്ഷ്ണത, താല്പര്യം അടുത്തിരിക്കുന്നവരുമായിട്ട് കുശലം പറയുന്നതായിരിക്കാം. അതല്ല വേണ്ടത്. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഏകാഗ്രത ദൈവത്തിങ്കിലേക്കായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള നിശബ്ദത നമ്മൾ പാലിക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇത് തന്നെയാണ് സക്കറിയയുടെ പുസ്തകം 2:13 വായിച്ചാൽ നമ്മൾ കാണുക. സക്കറിയ 2:13 പറഞ്ഞിരിക്കുന്നത്, മർത്യരേ, ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. ദൈവം നമ്മളെ വിളിക്കുകയാണ് ഈ ഒരു കാര്യത്തിലേക്ക്. സങ്കീർത്തനം 46 10-ാമത്തെ വചനം എടുത്താലോ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത കൈവരിക്കാതെ ദൈവത്തെ അറിയാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ വിശ്രമിക്കുന്ന എൻ്റെ മുറിയിൽ നിന്ന് അതിരാവിലെ എനിക്ക് ഏറ്റുമാനൂർ കൂടി പോകുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാം. പകൽ സമയത്ത് കേൾക്കാറില്ല. പകൽ അതിലെ ട്രെയിൻ പോകാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ, മറ്റു പല ശബ്ദങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവം സംസാരിക്കാത്തത് കൊണ്ടല്ല നമ്മൾ കേൾക്കാത്തത്. പല ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളും നമ്മളിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റാതെ പോവുക. ഒരുപാട് ആകുലത, ഉത്കണ്ഠ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വാശി, വൈരാഗ്യം, പ്രതികാരദാഹം, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? സങ്കീർത്തകൻ പറയാണ്, ശാന്തമാവുക, നീ പ്രാർത്ഥിച്ച് ശാന്തമാവുക, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശാന്തമാവുക, അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിനക്ക് പറ്റും. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശാന്തവും സൗമ്യവുമായ ആത്മാവിനെ അണിയുക. ഈ ആത്മാവിനെ അണിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ധരിക്കുമ്പോൾ, യേശുവിനെ ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൗമ്യത, ശാന്തത. ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവത്തെ അറിയാനുള്ള മാർഗം ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം, അസ്ഥാനത്ത് ഉത്സാഹം കാണിക്കുന്നത് അരുത് എന്ന് വചനം പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് ശരിയല്ല. ഉത്സാഹം കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ കാണിക്കണം. ഇനി മനുഷ്യരോട് സംസാരിക്കാൻ 100 നാവുണ്ടായിട്ടും ദൈവത്തോട് പറയാൻ ഒരു വാക്കുപോലും ഇല്ലെങ്കിലോ, അത് അസ്ഥാനത്തുള്ള ഉത്സാഹമായിട്ട് നമ്മൾ കാണണം. പ്രഭാഷകൻ 32-ന്റെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. ഇത് ചിലരെ കാണാൻ സാധിക്കും, ചില കലാപരിപാടിക്ക് പോയാലും സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നു, ഇവരിവിടെ അതിനെ ശല്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം വർത്തമാനം പറയുന്നത്, ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അതൊരു അസ്ഥാനത്തുള്ള ഉത്സാഹമല്ലേ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥനയുടെ ഇടയിൽ ഈ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യവും അസ്ഥാനത്തുള്ള ഉത്സാഹം. വേറെ ചിലരെ കാണാൻ സാധിക്കും, ബലിയർപ്പണം നടക്കുമ്പോൾ അവർ അടുത്തിരിക്കുന്നവരുമായിട്ട് സാധാരണ കാര്യങ്ങൾ അല്ലെങ്കിൽ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അസ്ഥാനത്തുള്ള ഉത്സാഹം. ഇതെല്ലാം നീരസം വളർത്തുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് നീരസം വളർത്തുന്ന കാര്യമാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 21-ന്റെ 12-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്, അത് നമുക്ക് വേണ്ട എന്നാണ്. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തോട് ഒന്നും പറയാനില്ലാത്ത ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. എനിക്ക് ദൈവത്തോടൊന്നും പറയാനില്ല,
ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഞാനൊന്നും പ്രത്യേകിച്ച് ദൈവത്തോട് ചോദിക്കാറില്ല, പറയാറില്ല, ആവശ്യപ്പെടാറുമില്ല. ദൈവത്തിനെല്ലാം അറിയാമല്ലോ, ദൈവം ചെയ്യട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ, അതെന്തും സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്കുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 6:7 ഒരുപാട് വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിന് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൂചന എന്താ? നമുക്ക് പ്രാർത്ഥനയിൽ വേണ്ടത് ഹൃദയ സാന്നിധ്യം. അതില്ലാതെ ഒരുപാട് വാരി വലിച്ച് നമ്മൾ സംസാരിച്ചാലും ഒരു പ്രാർത്ഥനയായി മാറണമെന്നില്ല. പക്ഷേ 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മത്തായി 7:7 ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. എന്താ അതിൻ്റെ കാതലായ സന്ദേശം? ദൈവത്തിന് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞറിയിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആശ്രയത്വം നിങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ എടുത്തു കാണിക്കുകയാണ്. അറിയാമല്ലോ, ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കുക, സാമ്പത്തിക സഹായമായിരിക്കാം, മറ്റോ ഏത് കാര്യമായിക്കോട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങളിൽ ആശ്രയിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ശരിക്കും പ്രാർത്ഥനയിൽ നടക്കേണ്ടത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാചാലത, പ്രാർത്ഥനയിലാണേലും അവർ പ്രകടമാക്കുന്നത് വാചാലത, സംസാരം നിർത്താൻ പറ്റാത്ത അവസ്ഥകൾ പ്രാർത്ഥനയിലുണ്ടാകാം, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതുണ്ടാകാം. ദൈവസന്നിധിയിൽ നമുക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരം, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് ഞാനൊന്നും വേണ്ടുന്നില്ല, ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കും നമ്മുടേതായിട്ടുള്ള ചിന്തകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക. ഇതേക്കുറിച്ച് തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്. ഇത് നമ്മൾ കാണുന്നത് മത്തായി 6-ാം അധ്യായം 6-ാമത്തെ വചനത്തിലാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ശരിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, അത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ചിലർ പ്രാർത്ഥിക്കാൻ വേണേ ആലയത്തിലേക്ക് പോകുന്നത്, ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുന്നത്, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ളിടത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചന്തയിൽ പോയി, ആ ചന്തയിൽ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ അതുണ്ടാക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. മാത്രമല്ല, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ്, പുറമേ നിന്ന് വരുന്ന ആ ശല്യങ്ങൾ അത് ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യാപ്രാർത്ഥനയിലാണേലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിശുദ്ധ ബലിയർപ്പണം നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുട്ടികൾ അനാവശ്യമായിട്ട് ഓടി നടന്ന് ബാക്കിയുള്ളവർക്ക് അവരുടെ ഏകാഗ്രത, ഭക്തി കളയുന്ന രീതിയിലുള്ള പെരുമാറ്റം കണ്ടാൽ അതിനെ നിയന്ത്രിക്കണം. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മറ്റൊന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റീരിയർ ഒരു ശാന്തത, ആന്തരികമായിട്ടുള്ള ഒരു ശാന്തത, അത് നമുക്ക് വളരെ ആവശ്യമാണ്. ഒരുപാട് നമ്മുടെ മനസ്സ് ഇളകി മറിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന നമുക്ക് നടത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. 1 പത്രോസ് 3:3 മുതൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ അണിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ അണിയുമ്പോൾ, യേശുവിനെ അണിയുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ഈ സൗമ്യത, ശാന്തത. നമുക്കിത് ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.